മിഥുൻ മുരളിയിലേക്ക് ഒന്ന് പോകുന്നു. മിഥുൻ അയ്യപ്പനും അവിടെയുണ്ട്. മറ്റുള്ളവർ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഊർജ്ജം സംഭരിക്കാൻ പോയിരിക്കുകയാണ്. വളരെ വേഗം അണിനിരക്കുക. സ്റ്റാച്യുവിലും കിഴക്കേക്കോട്ടയിലും അത്തനഗറിലും ഈ ബോയ്സ് സ്കൂളിലും ഒക്കെ ആയിട്ട്. മിഥുൻ മുരളി, മിഥുൻ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? എത്ര വരെയായി ഒരുക്കങ്ങൾ? ഓണം കളറാക്കാൻ ഇങ്ങനെ തൃപ്പൂണിത്തറക്കാർ ഇങ്ങനെ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്, തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വർണ്ണങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് പൂമ്പാറ്റകൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂമ്പാറ്റയാണോ തുമ്പികളാണോ എന്നറിഞ്ഞുകൂടാ. ഇതെന്താ പൂമ്പാറ്റ രൂപങ്ങളാണ്? നാണമാണ് പറഞ്ഞോ. ഇതെന്നാ പൂമ്പാറ്റ തുമ്പി എന്താണ്? സ്കൂബി. ഏതാ നിങ്ങളുടെ ഗ്രൂപ്പ്? തട്ടകം ഗ്രൂപ്പ്. ആ തട്ടം ഗ്രൂപ്പ്. എവിടുന്നാ വരുന്നത്? ഞങ്ങള് പാലക്കാട്. പാലക്കാട് പട്ടാമ്പി. ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്? ആദ്യമായിട്ടാണ്. സ്കൂബികൾ തയ്യാറായിരിക്കുന്നു. ഒരു ചുവന്ന സ്കൂബി, ഇവിടെ ഒരു പച്ച സ്കൂബിയും തയ്യാറായിക്കുന്നുണ്ട്. മോൻ ഇതെന്നാ രൂപം? സ്കൂബിയുടെ എന്താ ഇതിന്റെ കൂടെ എന്താ മേളം? എന്താണ് വേറെ എന്താ വേണ്ട എന്താ അറിയില്ല. ഘോഷയാത്രയിൽ എത്ര സ്കൂബികൾ ഉണ്ടാവും? 5 സ്കൂബികൾ ഉണ്ടാവും. പാലക്കാട്. അപ്പോൾ സ്കൂബികളും അവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല വിധത്തിലുള്ള നേരത്തെ പറഞ്ഞിരുന്നു, ഈ കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ പുറകിൽ നമ്മുടെ വള്ളുവിടാടിൻ്റെയൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ഒരു ഇത്തരത്തിൽ ഒരു തെയ്യം തിറ കാഴ്ചകൾ. അതിൽ തിറകളാണ് നമ്മുടെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിറകളുടെ ഈ ഒരു കിരീടമെല്ലാം കാണാം. എൻ്റെയൊക്കെ നാട്ടിൽ ഭരണി ഉത്സവങ്ങളിലെല്ലാം ഈ തറ ഇങ്ങനെ ആടിത്തിമിറുക്കുന്നത് കാണാം. ഇത് എവിടുന്നാണ് വരുന്നത് ചേട്ടാ? എവിടെ നിന്നുള്ള ടീമാണ്? പാലക്കാടുള്ള ടീമാണ്. അത് ഞാൻ പറഞ്ഞു തരുമായിരുന്നു. പാലക്കാടിന്റെ ഒരു ഉത്സവ കാഴ്ച എന്ന് പറയുന്നത് ഈ തിറകൾ തന്നെയാണല്ലേ? 10 തിറ. 10 തിറ. മേളവും എല്ലാം അടക്കം 10 മേളം, 10 തിറ, 2 പൂതൻ. ഇത് തിറ. ഇത് എൻ്റെ നാട് തൃശ്ശൂരാണ്. അവിടെയൊക്കെ ഉത്സവങ്ങളിലൊക്കെ ഇത് കുറച്ച് പ്രത്യേക പൂജകളൊക്കെ നടത്തിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടത്താറ്. ഇവിടെ അത്ര ഉണ്ടോ അതോ ആഘോഷങ്ങൾക്ക് വേണ്ടി? ഒന്നുമില്ല, ഇവിടെ ആഘോഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഉത്സവ സീസണൊക്കെ തുടങ്ങി. ഇങ്ങോട്ട് ഉത്സവ സീസൺ തന്നെ. ഈ സീസണിലെ ആദ്യത്തെ പരിപാടിയാണോ? ഫസ്റ്റ് പരിപാടിയാണ് ഈ സീസണിലെ ഫസ്റ്റ് പരിപാടി. അപ്പൊ ഈ അത്തം കളറാവുന്ന പോലെ തന്നെ നിങ്ങളുടെ ഈ ഉത്സവ സീസൺ കളറാവട്ടെ. അതെ. പറയ എന്താ വിശേഷങ്ങളൊക്കെ? സുഖം. സ്ഥിരമായിട്ട് ഈ വേഷം കെട്ടാറുണ്ടോ? ഇല്ല, ഞാൻ സ്ഥിരം താറാണ് കെട്ടാറ്. പ്രാവശ്യം ഇത് ഫസ്റ്റ് കെട്ടിയെന്നുള്ളൂ. ഇത് ഭയങ്കര ഒരു മെയ്വഴക്കം വേണ്ട കാര്യങ്ങൾ. കാരണം ഇങ്ങനെ പെരടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പെടലേക്ക് ഇങ്ങനെ തിരിക്കും. ശരീരം നല്ല ഫ്ലെക്സിബിൾ ആവണം. ഈ 2 തോർത്തിലാണ് ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്. അതെ. തോർത്ത്. ഇത് എത്ര കിലോ ഉണ്ടാവും ഈ ഇതൊക്കെല്ലാം? ഇത് കിലോന് ഐഡിയ ഇല്ല. ഇത് പൂതനാണ്. ഇത് തിറ കലാകാരനാണ്. ഇതാ ചുട്ടിയൊക്കെ കൂട്ടിയിട്ടുള്ള തിറ കലാകാരൻ. ഇല്ല, എവിടുന്നാ മോനെ വരുന്നത്? പാലക്കാട്ടുകാരനാണെന്ന് അറിയാം. പഠിക്കുകയാണോ അതോ? ഞാൻ പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ചെയ്തു.